അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാനുമായി യുദ്ധം നടന്നുകൊണ്ടിരുന്നു. 40 ദിവസത്തോളം ആയി. അതിന്റെ ശേഷം 2 ആഴ്ച വെടിനിർത്തലാണ് ഉണ്ടായത്. ഈ സന്ദർഭത്തിൽ ഇറാൻ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുടെ ബേസുകളിലെല്ലാം ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഒരു മുൻകൈ ഉണ്ട്. ഇറാൻ ജയിച്ചു, ഇറാൻക്കാണ് ധൈര്യമുള്ളത്, ശരിയായിരിക്കാം. പക്ഷെ ഇതിൻ്റെ ഇടയിലൂടെ ചില ആളുകൾ വിശ്വാസങ്ങൾ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്താണത്? ഷിയാക്കളാണ് ഇറാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇറാനിലുള്ള ആളുകൾ ഷിയാക്കളാണ്, ഷിയാക്കൾക്കാണ് ഈ ശത്രുപക്ഷത്തിനോട് ധൈര്യസമേതം നേരിടാൻ കഴിയുക, അതുകൊണ്ട് അവരാണ് സത്യത്തിന്റെ വക്താക്കൾ, മറ്റൊന്നതും ശരിയല്ല എന്ന രീതിയിൽ ഒരു വിശ്വാസത്തിന്റെ പ്രേരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നു. അതിനെ വളരെ ഭംഗിയായി ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അവറുകൾ അതിനെ വളരെ ഭംഗിയായി അതിനെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പേരോട് ഉസ്താദ് എന്ന് പറയുമ്പോൾ അവർ ഏതൊരു സുന്നത്ത് ജമാഅത്തിന് ഇസ്ലാമിനെതിരായിട്ട് എന്തൊരു കാര്യങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വന്നാലും, അത് മുത്തനാശയക്കാരുടെ ഭാഗത്ത്, ഇത്തിയാദിയുടെ ഭാഗത്താകട്ടെ, അല്ല ഏതൊരു ഭാഗത്തു നിന്നും ഇസ്ലാമിനെതിരായിട്ട് ഒരു വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ആധികാരികമായി വളരെ നന്നായ നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതിൽ മുമ്പന്തിയിലുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ഇന്നലെ അതിന്റെ ഒരു വിഷയങ്ങൾ പറയുകയുണ്ടായി. സ്നേഹിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അത് തീരെ കിട്ടാത്തൊരു വിഭാഗമാണ് ഷിയാക്കൾ. ഷിയാക്കൾ ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന യുദ്ധം, ഇസ്രായേലും അമേരിക്കയും തുടങ്ങിവെച്ച യുദ്ധം, ചെറിയ പിഞ്ചുകുട്ടികളെ കൊന്നുകളഞ്ഞ യുദ്ധം, അതിനെ ആർക്കും ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ഇസ്രായേലുമായി പടപൊരുതുന്നു എന്ന നിലക്ക് ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആളുകൾ പടപൊരുതുന്നു എന്ന നിലക്ക് ഇപ്പോൾ ഷിയാക്കൾ എല്ലാം ഉള്ളിൽ കൂടി കയറി വന്ന്, അതാ ഷിയാക്കളായാൽ വളരെ നല്ല ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെയുള്ള മുഹാജിരീങ്ങളായ ഏറ്റവും വലിയ മഹാന്മാരായ സഹാബികളെ, എന്തിനധികം പറയണം, അൻസാരികളായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ ഐസ ബീബി റളിയല്ലാഹു അൻഹയെ, അങ്ങനെ തുടങ്ങിയുള്ള സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉന്നതന്മാരായ സഹാബികളെ കുറ്റം പറയുകയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഒരിക്കലും ഷിയാക്കളോടൊരു സിമ്പതി നമ്മളെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. അതിനർത്ഥം അനീതിക്ക് കൂട്ടു നിൽക്കണമെന്നോ അക്രമത്തെ പിന്തുണക്കണമെന്നോ അല്ല. നമ്മളെ വിശ്വാസത്തിന് കേടുവരാൻ പാടില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. സുന്നത്ത് ജമാഅത്ത് വിട്ടവന്റെ ഒരു ഫർദും ഒരു സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. നമ്മളെ നാട്ടിലും ചിലപ്പോൾ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ റിലീഫ് പ്രവർത്തനം നടത്തും, ചിലപ്പോൾ ആളുകൾക്ക് ഉപകാരം ചെയ്യും, അതുപോലെ വേറെ ചില സാമൂഹ്യ പ്രവർത്തനം നടത്തും. അത് കാണുമ്പോൾ അവരെ സ്നേഹിച്ചു പോകാൻ പാടില്ല. അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് ജീവിക്കണം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, അമേരിക്ക ഇസ്രായേൽ അവിടെ ചെയ്യുന്ന ആക്രമണം അത് ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോ ആക്രമിക്കപ്പെട്ടവരോട് കൂടെ ആ വിഷയത്തിലുണ്ടാവുമ്പോൾ
മറ്റൊരു ഭാഗത്ത് അവർക്കുള്ള ഷിയാ വിശ്വാസം ശരിയെന്ന് വെച്ചുകൊണ്ടുള്ള നമ്മളെ വിശ്വാസം കളങ്കപ്പെടുത്തുന്ന ഒരു രീതിയും ശരിയല്ല. അപ്പൊ രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഉസ്താദ്. അപ്പൊ അത് ഒന്ന് മാത്രം നോക്കിയിട്ട് ഉസ്താദ് ഇറാനെ എതിർക്കുന്നു എന്ന് പറയാൻ യാതൊരു ന്യായവും ഇല്ല. ഉസ്താദ് പറയുമ്പോ അവിടേക്ക് ആക്രമിച്ച അമേരിക്ക ഇസ്രായേലിന്റെ അത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിരപരാധികളോടൊപ്പം ആ വിഷയത്തിലാണെങ്കിലും വിശ്വാസപരമായ വിഷയത്തിൽ അവരെ വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വിഷയം പാടില്ല എന്നാണ് ഉസ്താദ് അവിടെ നിന്ന് നമുക്ക് അറിയിച്ചു തന്നത്. അല്ലാഹു തആല ഉസ്താദിന്റെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.